പരമഭക്തനായ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ തികഞ്ഞ വിശ്വാസത്തിലാണ്. അയ്യപ്പനെ തൊട്ടുകളിച്ചവർ അതിന് ഫലം അനുഭവിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസവും പത്മകുമാർ പറഞ്ഞത്. എന്നിട്ട് തികഞ്ഞ ചിരിയും. ആരെന്ന് ചോദിക്കുന്നതിന് മുൻപ് വിഷയം മാറ്റിയെങ്കിലും അത് ഉന്നം വയ്ക്കുന്നത് പിണറായി വിജയനെ എന്നാണ് ശബരിമല കർമ്മസമിതിയുടെ വാദം. കാരണം ശബരിമലയിൽ യുവതികളെ കയറ്റാൻ മന്ത്രിസഭയിൽ ആർക്കും താല്പര്യമില്ലെന്ന് പകൽ പോലെ വ്യക്തമാണ്. എന്തിന് മലയിൽ കയറിയ യുവതികൾക്ക് മല ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞത് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. ഇതോടെ മന്ത്രിയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അറിയാതെ പിണറായിയുടെ സ്വന്തം പോലീസുകാർ യുവതികളെ ശബരിമല കയറ്റി. പല സന്ദർഭങ്ങളിലും യുവതികളെ കയറ്റാതിരിക്കാനായി പത്മകുമാർ കർശന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അവസാനം പത്മകുമാറിനെ മാറ്റുമോ എന്ന് പോലും വാർത്തകൾ വന്നിരുന്നു. നടയടച്ചതിനു ശേഷമാണ് ശക്തമായ നിലപാടുമായി പത്മകുമാർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ സർക്കാരിനെ അനുകൂലിച്ച് പ്രതിഷേധക്കാരെ വിമർശിക്കുന്നെങ്കിലും യഥാർത്ഥ ലക്ഷ്യം സർക്കാരാണെന്ന് വ്യക്തമാണ്. അയ്യപ്പനോട് കളിച്ചാൽ എന്താണ് ഫലമെന്ന് നന്നായി അറിയാമെന്നും പത്മകുമാർ പറഞ്ഞു. കാണിക്കയിടേണ്ടെന്ന് പറഞ്ഞവർ ഇപ്പോൾ പിരിവുമായി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒന്നും ആയിട്ടില്ല, പലതും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂവെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു. ശബരിമല നടവരുമാനത്തിലെ കുറവ് ദേവസ്വം ബോർഡിനെയോ ജീവനക്കാരെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ പറഞ്ഞിരുന്നു. വരുന്ന ബജറ്റിൽ ദേവസ്വം ബോർഡിന് കാര്യമായ സഹായം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സർക്കാർ ഗ്യാരണ്ടി നൽകുന്നിടത്തോളം കാലം ദേവസ്വം ബോർഡിനൊരു ഭയവുമില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമെന്ന വാർത്തകളെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തള്ളി. സ്വപ്നം കാണാൻ ആർക്കും പകരം കൊടുക്കേണ്ടതില്ല, അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും സ്വപ്നം കാണാം. കാലാവധി പൂർത്തിയാകും വരെ ഇവിടെ കാണും എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രതികരണം. അതേസമയം ശബരിമലയിൽ കയറിയ കനകദുർഗയുടെ കാര്യം പരമദയനീയമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം കനകദുർഗ പെരിന്തൽമണ്ണയിലെത്തി. വീട്ടിൽ താമസിക്കുന്നതിന് ഭർത്താവും വീട്ടുകാരും എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള താൽക്കാലിക ആശ്വാസ കേന്ദ്രമായ സഖി വൺ സ്റ്റോപ്പ് സെന്ററിലാണ് താമസിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കനകദുർഗയുമായും ഭർത്താവുമായും സംസാരിച്ചെങ്കിലും അങ്ങാടിപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നതിൽ ഭർത്താവ് എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് 10:30ഓടെയാണ് പെരിന്തൽമണ്ണയിലെ വൺ സ്റ്റോപ്പ് സെന്ററിലേക്ക് മാറ്റിയത്. വനിതാ എസ്ഐയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സുരക്ഷയൊരുക്കുന്നുണ്ട്. കുടുംബത്തിന് നേരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കനകദുർഗയുടെ സുഹൃത്ത് പറഞ്ഞു. ശബരിമല ദർശനത്തിന് ശേഷം അങ്ങാടിപ്പുറത്തെ വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയും ഭർത്തൃമാതാവ് സുമതിയും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പരിക്കേറ്റ കനകദുർഗയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സുമതിയമ്മ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും ചികിത്സ നേടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയ്ക്കും ബിന്ദുവിനും പൂർണ്ണ സംരക്ഷണം നൽകാൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.